ഇപ്പൊ വിചാരിച്ചു കാക്ക വരുന്ന് വിളിച്ചപ്പോഴേ ഞാൻ തീരുമാനിച്ചതാ ചന്ദ്രേട്ടൻ ഇന്ന് തന്നെ വരുന്നു. അതെ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ വന്നു പോകുമ്പോഴേ ഞാൻ കാക്കയോട് പ്രത്യേകം പറഞ്ഞു ഏൽപ്പിച്ചായിരുന്നു ഞാൻ ഇന്ന് ഡേറ്റിന് വരുന്നു. തുടങ്ങി കളിയാക്കാൻ. ഇത്രയും നേരം പിള്ളേരെ ഇവിടെ കിടന്ന് ബഹളമായിരുന്നു. അച്ഛനെ കണ്ടില്ലല്ലോ എന്നും പറഞ്ഞു. എന്നാ പിന്നെ ഇത്രയും കൂടെ നേരത്തെ വന്നുകൂടായിരുന്നു. പിള്ളേർ സ്കൂൾ പോയോ? അല്ല പിന്നെ ഫീസ് കൊടുത്തോ? അത് പിന്നെ ബാലന് ഒരേ നിർബന്ധം. ഞാൻ പിന്നെ എതിർക്കാനൊന്നും പോയില്ല. എന്ത് അവനും കൊടുത്തു. അത് വേണ്ടിയില്ലായിരുന്നു. എന്തിനാ ചന്ദ്രേട്ട ഇതൊക്കെ വാങ്ങിച്ചത്? ഞങ്ങൾ എന്താ ഇവിടെ പട്ടിണി കിടക്കുക? അതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമല്ലേ. അതൊക്കെ ഒരു കടമയല്ലേ. ചന്ദ്രനോ? മുത്തശ്ശിക്ക് സുഖമാണോ? ഒരു കുഴപ്പവും ഇപ്പോഴില്ല. ഈശ്വര, കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും നീ ക്ഷീണിച്ചല്ലോ. അത്രയല്ലുള്ളൂ മുത്തശ്ശി. കഴിഞ്ഞ ആഴ്ച ഞാൻ ചത്തുപോകണ്ടല്ലേ. വയനാട് താമരശ്ശേരി ചുരം ലാസ്റ്റ് ട്രിപ്പ് 10:30 ഫുള്ളായിട്ട് ആളെ കുത്തിച്ചിരിക്കുന്നുണ്ട്. ചാറ് മഴ ഫുൾ സ്പീഡും. ഞങ്ങളിങ്ങനെ ചുരം ഇറങ്ങി ഇങ്ങനെ വരികയാണ്. 12ാമത്തെ എയർപിൻ ബെന്റ് പറഞ്ഞുണ്ടല്ലോ മുത്തശ്ശി, അവിടെ എത്തിയപ്പം ഗോമജ ഒറ്റ വരവാണ്. ഗോമജനും ബസ് നമ്മൾ നമ്പിയുടെ ബസ് ഇത്ര ദൂരമുള്ളൂ. ബ്രേക്ക് ചവിട്ടാനുള്ള ഒരു ദൂരമില്ല. രണ്ട് കളിപ്പിച്ചിട്ട് കുഞ്ഞിക്കാൻ ഡ്രൈവർ ഒരൊറ്റ ചവിട്ട് ഓടിച്ചു. ബസ് പന്ത് ഉരുളുന്ന മാതിരി ഉരുണ്ട് ഒരു 10,500 അടി താഴോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഞാൻ കണക്കൂട്ടി നോക്കുമ്പോ 1,500 അടി കഴിഞ്ഞിരിക്കുന്നു. അതിനകത്തിരുന്ന് ഞാൻ ഒരൊറ്റ വിളിയാണ്, മുത്തശ്ശിയെ രക്ഷിക്കണേ. ഇത് വിളിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. ഒന്നും മുത്തശ്ശി. പിന്നെ ഞാൻ കണ്ണു തുറന്നു നോക്കുമ്പോ ബസ് അവിടെ ഇങ്ങനെ നിൽക്കുക. എന്താ സംഭവം എന്നറിയോ? ഈ ഉണങ്ങി ചുരുണ്ട ഒരു 3-4 വാഴ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അവിടെ. അതേ തട്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. മുത്തശ്ശി, എന്റെ പൊന്നു മുത്തശ്ശി. അല്ലല്ല, ഈശ്വരനെ രക്ഷിച്ച്. എന്റെ മുത്തശ്ശിയാണ് എന്നെ രക്ഷിച്ചത്. കണ്ടില്ലേ രോമ കുത്തനേക്ക് കണ്ടില്ലേ? ആ സമയത്ത് അങ്ങനെ വിളിക്കാൻ തോന്നിയത് ചേച്ചിട്ടും കുട്ടികളുടെയും ഭാര്യ. ഇവളിപ്പോ അല്ല, നീ ഇപ്പൊ ടൈപ്പ്റൈറ്റിംഗ് പോകല്ലേ? ഇവള് പോയില്ലേ മുത്തശ്ശി? അത് പോട്ടെ. ആ ആക്സിഡന്റ് ഒന്നൂടെ പറ ചന്ദ്രേട്ടാ. എത്ര അടി താഴ്ചയിലാ വീണത്? താമരശ്ശേരി ചൊരേ ഇടിയുന്നതിന് മുമ്പ് 1,500 അടി ഉണ്ടായിരുന്നു. ഇടിഞ്ഞതിന് ശേഷം ഇത്ര അടി ഉണ്ടെന്ന് ആരെപ്പോഴാണ് അത് നോക്കുന്നത്? ഇവള് ഒരു 19 രൂപയെങ്കിലും ആയി കാണുമല്ലോ മത്സ്യത്തിന്. ഈ ചന്ദ്രേട്ടൻ എങ്ങനെയാ ഓരോ പ്രാവശ്യം വന്നേച്ച് പോകുമ്പോഴും എത്ര രൂപയാ ചെലവാക്കുന്നേ? എന്ത് ചെയ്യും മുത്തശ്ശി, കുടുംബത്തിന് വേണ്ടി ചെലവാക്കി ശീലിച്ചു. അതെ, കുട്ടികളുടെ ഫീസ് കൊടുത്തോ? ഇവിടെ ഇപ്പൊ കാശിന് ആവശ്യമൊന്നുമില്ല. ബാലിനെ അങ്ങനെ കൊച്ചാക്കൊന്നും വേണ്ട. അതെന്റെ വീട്ടിൽ തന്നെ ഞാൻ കൊടുത്തേക്കാം. വേണ്ടെന്ന് അവൻ വാങ്ങിക്കത്തില്ല. ഇവിടെ ചുമ്മാ പറയുക. നീ അപ്പുറത്തോട്ട് എന്നാ മീൻ വൃത്തിയാക്കിയേ. ചെല്ലു വന്നേ, ഇത് മീൻ ചെയ്യൂ.